കോഴിക്കോട് പുതുപ്പാടി ലോറി അപകടത്തിൽപ്പെട്ടതിന്റെ സിസിടിവി ദൃശ്യം പുറത്തുവന്നു. അശ്രദ്ധയോടെ പോക്കറ്റ് റോഡിലേക്ക് തിരിഞ്ഞ ഓട്ടോയിലിടിച്ച് ലോറിയുടെ നിയന്ത്രണം നഷ്ടമാവുകയായിരുന്നു. വയനാട് സ്വദേശിയുടെ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക്. സമീർ സി മുഹമ്മദ് ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. സമീർ, ദൃശ്യങ്ങളിൽ നിന്നെല്ലാം വ്യക്തമാകുന്നുണ്ടല്ലേ? കവിത, ദേശീയപാത 766-ൽ ഇന്ന് പുലർച്ചെ 1 മണിയോടുകൂടിയായിരുന്നു അപകടം. പുതുപ്പാടി പഞ്ചായത്ത് ഓഫീസിന് മുന്നിലാണ് ലോറി നിയന്ത്രണം വിട്ടു മറിഞ്ഞത്. അതിന്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അപകടത്തെ തുടർന്ന് ഇതിന്റെ ഡ്രൈവർക്ക് പരിക്കേൽക്കുകയും അതുപോലെ തന്നെ പഞ്ചായത്ത് ഓഫീസിന്റെ മതിലും അതിന്റെ ഗേറ്റും തകരുകയും ചെയ്തിരുന്നു. ഈ ദൃശ്യങ്ങൾ വ്യക്തമാണ്. ഒരു ഓട്ടോറിക്ഷ അത് അശ്രദ്ധയോടു കൂടിയാണ് പോക്കറ്റ് റോഡിലേക്ക് തിരിഞ്ഞത്. ആ ഓട്ടോയെ രക്ഷിക്കുന്നതിന് വേണ്ടി ആ ഡ്രൈവർക്ക് പരിക്കേൽക്കാതെ രക്ഷിക്കാനുള്ള ശ്രമത്തിലായിരുന്നു ലോറി. അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് ലോറി തിരിച്ചത്. അതോടെ ലോറിയുടെ നിയന്ത്രണം നഷ്ടമാവുകയും പിന്നീട് അപകടത്തിൽപ്പെടുകയുമായിരുന്നു. എന്നാൽ തന്നെ രക്ഷിക്കാൻ ശ്രമിച്ചതിന്റെ ഭാഗമായാണ് ഈ അപകടം എന്നറിഞ്ഞിട്ട് പോലും ഈ ഓട്ടോ ഡ്രൈവർ അവിടെ വാഹനം നിർത്തിയില്ല. മാത്രമല്ല അതിന്റെ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായതുമില്ല. കണ്ണോത്ത് സ്വദേശിയാണ് ഈ ഓട്ടോയിൽ ഉണ്ടായിരുന്നത് എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇയാളെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും കാര്യമായ രീതിയിലുള്ള ഒരു പരിക്കുകളൊന്നും തന്നെ ഡ്രൈവർക്ക് ഉണ്ടായില്ല എന്നതാണ് ആശ്വാസം. ഇപ്പോൾ അതിന്റെ CCTV ദൃശ്യങ്ങൾ കൂടിയാണ് പുറത്തു വന്നിരിക്കുന്നത്. സമീർ സി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.